ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോൻ്റെ കണ്ടിന്യൂറ്റി ആണ് കേട്ടോ. ഞാൻ എൻ്റെ ജോലി തിരക്കിൻ്റെ ഇടയിൽ വീഡിയോ ഇടണം എന്ന് ആഗ്രഹിച്ചാൽ എഡിറ്റിങ്ങിനൊന്നും എനിക്ക് സമയം കിട്ടണില്ല. ഒരുപാട് ജീവിതാനുഭവങ്ങളിലൂടെ കടന്ന് നമ്മളിവിടെ എത്തിയപ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കുറേ കാര്യങ്ങൾ നമുക്ക് പറയണം, മറ്റുള്ളവരോട് ഷെയർ ചെയ്യണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹം ഉണ്ടാവും. പക്ഷേ ഇതെന്നെ കേൾക്കാൻ എത്ര പേർക്ക് സമയം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഒത്തിരി വീഡിയോ പല നല്ല കണ്ടൻറ്റുകളോടുകൂടി വരുമ്പോൾ നമ്മളെ കേൾക്കാൻ ഇപ്പോൾ ആരാണ് ഉണ്ടാവണമെന്ന് നമുക്കറിയില്ല. എന്തെങ്കിലും ഈ വീഡിയോ ഇതിൽ കിടക്കും, അത് ആവശ്യമുള്ളവർ കാണുമെന്ന് ഞാൻ വിചാരിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ഇതാണ്, നമ്മളെപ്പോഴും എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മളതിൻ്റെ റിസൾട്ടിലെത്തുമ്പോൾ എത്തിയിട്ട് മാത്രം പറയാൻ ശ്രമിക്കുക. ആദ്യമേ കൊട്ടിഘോഷി ചെയ്യുമ്പോൾ നമുക്കൊന്നും എവിടെ എത്താൻ പറ്റില്ല. അതൊരു സത്യമാണ് കേട്ടോ, ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ. രണ്ടാമത്, ആർക്കും ആരുടെയും വളർച്ചയിൽ അസൂയ പൂണ്ടിട്ട് കാര്യമില്ല. നമ്മൾക്കുള്ളത് നമ്മൾക്ക്, അവർക്കുള്ളത് അവർക്ക്. അങ്ങനെ ദൈവം ഒന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് വേറൊരാളുടെ ജീവിതത്തിൻ്റെ സുഖങ്ങൾക്കോ സമ്പാദ്യങ്ങൾക്കോ അവരുടെ അനുഗ്രഹങ്ങൾക്കോ നമ്മൾ തടസ്സം നിൽക്കുമ്പോൾ അവിടെ അവരല്ല തോക്കുന്നത്, നമ്മളാണ് തോക്കുന്നത്. നമുക്ക് കിട്ടാൻ ദൈവം തരാനിരുന്ന പല അനുഗ്രഹങ്ങളും ദൈവം മാറ്റിവെക്കും. നമുക്ക് പിന്നെ ഈ ഒരു ചെയ്യുന്ന ദുഷ്കർമ്മങ്ങളുടെയൊക്കെ കർമ്മഫലം അനുഭവിക്കേണ്ടിയും വരും. അത് നമ്മൾ ഓർക്കണില്ല ഓരോരുത്തരും. മറ്റുള്ളവൻ അപ്പോഴും ജയിച്ച് കയറി പോകും, അവന് വെച്ചിരിക്കുന്ന സമയം അവൻ നേടും. പക്ഷേ അവർക്കെതിരെ പ്രയത്നിച്ചും പ്രാർത്ഥിച്ചും ജീവിതം തുലയ്ക്കുന്നത് ഇത് ചെയ്യുന്നവർ തന്നെയായിരിക്കും. നഷ്ടങ്ങൾ വരുമ്പോൾ, നമ്മൾ വേദനകൾ വരുമ്പോൾ നമ്മൾ അറിയാണ്ടോ ദൈവത്തിനെ വിളിക്കും, ഇല്ലേ? അപ്പം നമ്മൾക്ക് എതിരെ പ്രവർത്തിച്ചത് എന്താണോ, പറഞ്ഞത് എന്താണോ, ആരാണോ അത് ചെയ്തത്, അവരൊക്കെ അനുഭവിക്കാതെ പോകില്ലല്ലോ. അപ്പോൾ നമ്മളെപ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ബോധർ ചെയ്യാതെ നമ്മളുടെ വഴി നടക്കുക, നമ്മളുടെ വിജയത്തിലേക്ക് ലക്ഷ്യം വെക്കുക. നമ്മളവിടെ എത്തിയിരിക്കും. മറ്റുള്ളവർ നമ്മൾക്ക് എന്താണോ നമ്മളെ മൈൻഡാക്കുന്നത് അത് നമ്മൾ നോക്കണ്ട. എനിക്കുണ്ടായിരുന്നു എൻ്റെ വീഡിയോ ഒക്കെ എടുക്കുന്ന കാലത്ത് ഞാൻ വന്ന് താമസിക്കുന്ന സ്ഥലത്തുള്ളവർ, നെയ്ബേഴ്സ്, നമ്മൾ സംസാരിക്കുന്നതും പറയുന്നതും നടക്കുന്നതും പോകുന്നതും നിരീക്ഷിച്ച് വേറെ പണിയും ജോലിയൊന്നും ഇല്ലാതിരിക്കുന്നവരുണ്ട്. നമ്മളൊരു യൂട്യൂബ് തുടങ്ങിയ ഒരു യൂട്യൂബ് മറ്റേത് മറിച്ച് അവർക്ക് നേരിട്ട് പറയാൻ പറ്റില്ലെങ്കിലും മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുന്നവരുണ്ട്. നമ്മുടെ കാതുകൾ എത്തൂല എന്നാണ് അവർ വിചാരിക്കുന്നത്. പക്ഷെ നമ്മൾ കേൾക്കും. അപ്പം നമുക്കൊരു വേദനയായിരിക്കും. നമ്മൾ ആർക്കും ഒരു ദ്രോഹവും ചെയ്യാതെ നല്ലൊരു വഴിയിലൂടെ നമ്മളുടേതായ ജോലി ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും ചെയ്ത് നടക്കുമ്പോൾ ഇവരെന്തിനാണ് ഇങ്ങനെയൊക്കെയെന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. കാരണം അവരുടെ തന്നെ കുടുംബങ്ങളിലുള്ളവരും പിന്നീട് ഈ സംരംഭം തുടങ്ങി ഇതിൻ്റെ പുറകെ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ മൈൻഡ് എപ്പോഴും നമ്മളെപ്പോഴും നിഷ്കളങ്കരായിരിക്കാമെന്ന് കർത്താവ് പറയും, ബൈബിളിൽ പറയും. കുട്ടികളെപ്പോലെ ശിശുക്കളെപ്പോലെ നിഷ്കളങ്കരായിരിക്കുക, പാമ്പിനെ പോലെ വിവേകികളായിരിക്കാമെന്ന്. നമ്മൾ അടുത്ത നീക്കം എന്താണ് ശത്രുവിൻ്റെ, അല്ലെങ്കിൽ നമ്മൾക്കാണെങ്കിലും നമ്മളുടെ അടുത്ത കാൽവയ്പ്പ് എന്താണ് എന്ന് നമ്മൾ ആലോചിച്ച് ചിന്തിച്ചും യാത്ര ചെയ്യുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. രണ്ടാമത് നിഷ്കളങ്കർ. കൊച്ചുകുട്ടികൾ എങ്ങനെയാണ് ഒരു കാര്യം പറഞ്ഞാൽ അതോടുകൂടി അത് അവർ മറന്നു പോകും. എന്നപോലെ നമ്മളും ശത്രുത അല്ലെങ്കിൽ വൈരാഗ്യം, വെറുപ്പ് ഇതൊന്നും ഉള്ളിൽ സൂക്ഷിക്കരുത്. അത് അപ്പോൾ കഴിഞ്ഞ് കോപിക്കാം, പക്ഷെ അത് അടുത്ത സെക്കൻഡ് കഴിഞ്ഞാൽ അത് മാറും. അതാണ് ഒരു മനുഷ്യന് ശരീരത്തിൽ ദൈവം വെച്ചിരിക്കുന്ന പല വികാരങ്ങളിൽ ഒന്നാണ് കോപം. പക്ഷേ നമ്മൾ കോപിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു റിസൾട്ട്, ആഫ്റ്റർ റിസൾട്ട് നമ്മുടെ ഉള്ളിൽ തങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അത് സൂര്യാസ്തമയവും കഴിഞ്ഞ് പിന്നീട് ദിവസങ്ങളോളം ആ വ്യക്തിയെ കാണുമ്പോൾ നമുക്ക് ആ ഒരു വൈരാഗ്യം ഉള്ളിലുണ്ടെങ്കിൽ അത് വലിയ പാപത്തിലോട്ട് നയിക്കും. പാപം വളർന്ന് നമ്മൾ പാപത്തിൻ്റെ വേര് വളർന്ന് നമ്മളെ മരണത്തിലേക്ക് നയിക്കുന്ന ഒരു അവസ്ഥ വരും. മരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് രോഗമാവാം, പല അസ്വസ്ഥതകളാകാം, അപകടങ്ങളാവാം. നമ്മൾക്ക് ഒരാൾക്ക് പുറത്തു കൊടുക്കുക, ക്ഷമിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ പുണ്യമാണ്. സംസാരങ്ങളുണ്ടാവും, പക്ഷേ നമ്മൾ സംഭവങ്ങളിലൂടെ നമുക്ക് കടന്നു പോകുമ്പോൾ അതിൻ്റെതായ വേലിയേറ്റങ്ങൾ നമ്മുടെ സ്വഭാവത്തിലും സംസാരത്തിലും വരും. അതിൻ്റെ കാര്യകാരണങ്ങൾ ആലോചിച്ചാൽ അതെന്താണ്, എത്രത്തോളമാണെന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളൂ. പക്ഷെ നമ്മൾ സംസാരിക്കുമ്പോൾ അത് മനസ്സിലാക്കാതെ അത് ഉള്ളിലെടുക്കുന്ന രീതിയാണ് പ്രത്യേകത. നമ്മളത് വിട്ടുകളയുക, മറക്കുക, പൊറുക്കുക, അവർക്ക് പുറത്ത് കൊടുക്കുക. അത് ഏത് മതഗ്രന്ഥത്തിലും പുറത്ത് കൊടുക്കുക എന്ന് പറയുന്നുണ്ട്. നമ്മുടെ ഉള്ളിൽ കയറിയിട്ട് ഒരാൾക്ക് നോക്കാൻ പറ്റുമോ? നമ്മൾ ഒരാളോട് പുറത്ത് കൊടുത്തിട്ടുണ്ടോ, നമ്മൾക്ക് അയാളോട് വൈരാഗ്യമുണ്ടോ? നമുക്ക് മറ്റുള്ള ഒരാൾക്കൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. ദൈവത്തിനാണ് നമ്മുടെ ഹൃദയങ്ങളെ കാണാൻ പറ്റുള്ളൂ. ദൈവം മനുഷ്യ ഹൃദയങ്ങളെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നു എന്ന് വചനം പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹൃദയങ്ങളെ ദൈവം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സംസാരത്തിൽ നമ്മൾ എന്ത് പറയുന്നുവോ, പ്രവൃത്തിയിൽ എന്ത് കാണിക്കുന്നുവോ, പക്ഷെ ഉള്ളിൽ എന്ത് വിചാരിക്കുന്നു എന്നുള്ളത് ദൈവം നിരീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളത് പുറത്തു കൊടുക്കുക. അതാണ് ശിശുക്കളുടെ ഒരു മനോഭാവം. അവർ പുറത്തു കൊടുക്കുമ്പോൾ അവർക്ക് ഓർമ്മ പോലും ഇല്ല. കർത്താവും അങ്ങനെ തന്നെയാണ്. ദൈവം കുമ്പസാരക്കൂട്ടിൽ നമ്മൾ കുമ്പസാരിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ എന്ത് പറഞ്ഞു അല്ലെ എന്ത് ചെയ്തു എന്നുള്ളത് കുമ്പസാരം കഴിയുമ്പോൾ ദൈവം അത് മറന്നു കളഞ്ഞു. അതാണ് നിങ്ങളുടെ പാപങ്ങൾ എത്ര കടും ചുമപ്പാണെങ്കിലും ഞാനത് മഞ്ഞു പോലെ വെണ്മയുള്ളതാക്കും എന്ന് കർത്താവ് പറഞ്ഞത് സത്യമാണ്.
ദൈവത്തിനോട് നമ്മൾ ഒരിക്കൽ ചോദിക്കുകയാണ്, ദൈവമേ ഞാൻ ഈ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത ഏത് പാപമാണ് നിന്നെ കൂടുതൽ വേദനത്തിൽ. കർത്താവ് പറയും ഞാനത് മറന്നേ പോയി എന്ന് പറയും. അത്ര ക്ഷമിക്കുക, സ്നേഹിക്കുക, അത് മാത്രമേ ദൈവത്തിന് അറിയുള്ളൂ. നമ്മൾ ആ സ്വഭാവത്തിലായിരിക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. കാരണം നമ്മൾ ദൈവ സൃഷ്ടിയാണ്, ഒപ്പം ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് ഓരോ മനുഷ്യനും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ആ സ്വഭാവം നമുക്ക് ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. പക്ഷേ നമ്മൾ ദൈവപുത്രനായ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ ആഗ്രഹിച്ച് അവൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ വരുമ്പോഴാണ് നമുക്ക് ആ സ്വഭാവം നിലനിൽക്കുള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കും, ഒരു ദിവസം ചെയ്യും, രണ്ടാം ദിവസം നമ്മൾ പാളിപ്പോവും. അതെല്ലാ മനുഷ്യനും അത് തന്നെയാണ്, ഒരാളും ഇല്ല, കുറവുകൾ ഉള്ള ആളുകളാണ് എല്ലാവരും. അപ്പോൾ നമുക്കൊരു സഹായി പോലെ ദൈവത്തിനെ കൂട്ടുപിടിച്ചാൽ മാത്രമാണ് നമ്മൾ ഈ റിസൾട്ടിലേക്ക് എത്തുള്ളൂ. അപ്പോൾ ജീവിതം അങ്ങനെ വീണും എഴുന്നേറ്റും തോറ്റു കൊടുത്തും തോൽപ്പിച്ചും ഒക്കെ മുമ്പോട്ട് പോകുമ്പോൾ ഏറ്റവും അവസാനം നമുക്കൊരു കണക്ക് പറയുന്ന ഒരു സമയം വരും. ഇപ്പം എല്ലാ ശിഷ്ടങ്ങളും ഒക്കെ അങ്ങനെ കൂട്ടിക്കുറച്ച് അവസാനം ഒരു തുക കിട്ടുമെന്ന് പറഞ്ഞ പോലെ മരണസമയം. അതുമാത്രമാണ് നമുക്ക് എപ്പോഴാണ് എന്താണെന്ന് അറിയില്ല. സഡനായിരിക്കും. ചിലപ്പോൾ നമുക്ക് അപകടമാണോ, വീണോ, കിടന്നോ, രോഗം വന്നോ, ഒരു മരുന്ന് മാറി കുത്തിവെച്ചോ, ഒരു ചെറിയ ജലദോഷപ്പനി വന്നോ, എങ്ങനെയാണ് നമ്മുടെ അവസാനം നമുക്ക് അറിഞ്ഞൂടാ. അതാരും ചിന്തിക്കുന്നില്ല. എല്ലാവരും സമ്പാദിച്ചു കൂട്ടുക. എൻ്റെ ഭവനത്തിലായിക്കോട്ടെ, പുറത്തായിക്കോട്ടെ, ബാങ്കിലായിക്കോട്ടെ, സ്വത്തുക്കളും പറമ്പുകളും എല്ലാം വാരി കൂട്ടുമ്പോൾ നമ്മൾ തലമുറയ്ക്ക് വേണ്ടിയെന്ന് പറഞ്ഞ് കരുതുമ്പോൾ നാളത്തെ തലമുറനെ അവശേഷിപ്പിക്കുന്നതും തലമുറനെ നിലനിർത്തുന്നതും അത് ആ പണവും സമ്പാദ്യവും തലമുറയ്ക്ക് ഉപയോഗപ്രദമാകുമോ എന്ന് തീരുമാനിക്കുന്നതും ദൈവമാണ്. അതാരും ഓർക്കണില്ല. ഓട്ടം എല്ലാം സമ്പാദിക്കണം, വാരി പിടിക്കണം, എന്നെ സ്വന്തമാക്കണം എന്ന് പറഞ്ഞുള്ള ഓട്ടം. പക്ഷേ ഈ കണക്ക് പുസ്തകത്തിൽ അവസാനം കണക്ക് കൂട്ടി എഴുതുന്നിടത്ത് നമുക്കൊരു റിസൾട്ട് വരും എന്നുള്ളത് ആരും ചിന്തിക്കണില്ല. നമുക്ക് പറയൂലേ, ദാനധർമ്മം ആപത്തുകളെ തടയുന്നു. നമ്മൾ ദാനം കൊടുക്കുന്നവരാവുക, ദയുള്ളവരാവുക, പിന്നെ ഒരുപാടുണ്ടായിട്ട് അതനുസരിച്ച് ദാനം ചെയ്യാതെ അതിൽ നിന്നൊരു ചെറിയ തുക കൊടുത്ത് ദാനം ചെയ്യുമ്പോൾ അത് ദാനം ആവണില്ല. ബൈബിളിൽ പറയും നമ്മൾ ഒരു വിധവയുടെ കാണിക്കാനെക്കുറിച്ച്. അവരവരുടെ ഇല്ലായ്മയിൽ അവർക്ക് ആകെ ഉള്ള ഒരു ചെമ്പ് നാണയമാണ്. ആ 2 ചെമ്പ് നാണയം നിക്ഷേപിക്കുമ്പോൾ ദൈവം പറയുന്നുണ്ട് അവളുടെ ഇല്ലായ്മയിൽ നിന്ന് കൊടുത്തു എന്ന്. ഇല്ലായ്മയിൽ നിന്ന് കൊടുക്കുമ്പോൾ, വേദനയോടെ കൊടുക്കുമ്പോൾ, ഒരു മുറിഞ്ഞ് കൊടുക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ആ റിസൾട്ട് കിട്ടുള്ളൂ. കുറേ ഉണ്ടായിട്ട് നമ്മൾ അതിൽ നിന്ന് ഒരു തുള്ളി കൊടുക്കുമ്പോൾ അതിൽ വലിയ റിസൾട്ട് ഉണ്ടാവുന്നില്ല എന്നാണ് വചനം പറയണം. അപ്പോൾ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കണ്ടുമുട്ടുന്ന ഒരുപാട് നല്ല വ്യക്തികളുണ്ട്. അവരിൽ നിന്ന് നല്ല സൗഹൃദങ്ങളെ സ്വീകരിക്കുക, അത് മുന്നോട്ട് കൊണ്ടുപോവുക. അതുപോലെ നമ്മൾ കടന്നു പോകുമ്പോൾ, ഞാനും കടന്നു പോകും. ഞാൻ ഓരോ നാട്ടിലും ജീവിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന എക്സ്പീരിയൻസോടെയാണ് ഞാൻ അവിടെ നിന്ന് കടന്നു പോകുന്നത്. അതെല്ലാം നമ്മുടെ ഓർമ്മകളിലുണ്ടാവും. നമ്മൾക്ക് നല്ലത് തന്നവരെയും ചീത്ത തന്നവരെയും നമ്മൾ മറക്കൂല. നമ്മുടെ പ്രാർത്ഥനകളിലും നല്ലത് തന്നവരെ ഇന്നും നമ്മൾ ഓർക്കും, ചീത്ത തന്നവരെ ഓർക്കും. കാരണം നമ്മളെ വേദനിപ്പിക്കുമ്പോഴാണല്ലോ നമ്മൾ കൂടുതൽ പാഠങ്ങൾ പഠിച്ച് മുന്നേറാൻ പഠിക്കുന്നത്. അപ്പോൾ ജീവിതം എപ്പോഴും കണ്ട ഓർമ്മകളിൽ നന്നായിട്ട് നിലനിൽക്കാൻ പറ്റട്ടെ. എന്നെ കാണുന്ന സോഷ്യൽ മീഡിയയിൽ കാണുന്ന എല്ലാവരെയും, ആരൊക്കെയാണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ ഡെയിലി പള്ളിയിൽ കുർബാന കൂടുന്ന ഒരാളാണ്. അപ്പോൾ കുർബാനയിൽ എന്നും ഞാൻ അറിയാതെ എന്നെ കണ്ടുപോയവരും എന്നെ ഓർത്തവരും എന്നെക്കുറിച്ച് സംസാരിച്ചവരും നല്ലത് പറഞ്ഞവരും പ്രാർത്ഥിച്ചവരെയും പിറുപിറുത്തവരെയും എല്ലാം ഞാൻ കുർബാനയിൽ സമർപ്പിക്കും. അത് ഞാൻ കാണണ്ട, ഞാൻ അങ്ങനെ പറയുമ്പോൾ ദൈവം കാണുന്നവരായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലത് ചെയ്തവന് നല്ലത് വരും, തിന്മ ചെയ്തവൻ അതിനെക്കുറിച്ച് ആലോചിക്കാൻ ഒരു സമയം കൊടുക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കും. അവരെ സഡനായിട്ട് വിളിച്ചു കഴിഞ്ഞാൽ അവർക്കൊന്ന് അനുദപിക്കാൻ സമയം കിട്ടൂലല്ലോ. ചെയ്ത തെറ്റുകൾ ഓർത്ത് നമ്മൾ തെറ്റിപ്പോയി ദൈവമേ എന്ന് പറയാൻ നമുക്കൊരു സമയം കിട്ടില്ല. അങ്ങനെയാണ് നമ്മുടെ മരണമെങ്കിൽ വലിയ കഷ്ടമായിരിക്കും. അപ്പം ഞാൻ അങ്ങനെ എന്നോട് ശത്രുതയിലായിരുന്നവരെയൊക്കെ ഞാനൊന്ന് അനുദപിക്കാൻ, അവർക്ക് തിരിച്ചു വരാൻ, നല്ലതായി ചിന്തിക്കാൻ ഒരു സമയം കൊടുക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കും. അതിനു മുമ്പേ അവരെ വിളിക്കല്ലേ. കാരണം അവരെ അറിയണം, അനുഭവിക്കണം, ദൈവമുണ്ട്, ചെയ്തത് തെറ്റിപ്പോയി എന്നുള്ളത്. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഒന്ന് പ്രത്യേകിച്ച് കണ്ടൻ്റൊന്നുമില്ല. പിന്നെ ഇന്ന് എൻ്റെ ജോലി, ഞാൻ ബ്യൂട്ടീഷ്യനാണ്, ഞാൻ ഫാഷൻ ഡിസൈനറാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്ന ജോലി അതുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും. എൻ്റെ ഉള്ളിലുള്ളതാണ് ദൈവിക കാര്യങ്ങളും ആത്മീയ വചനങ്ങളും. ഞാൻ ദൈവത്തിനോട് ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ആ ദൈവം സജീവമാകാറുണ്ട്. ഒപ്പം ഞാൻ എൻ്റെ എല്ലാ പ്രവർത്തികളെയും എൻ്റെ വ്യക്തിബന്ധങ്ങളെയും ആ ദൈവത്തിന് കൊടുത്തുകൊണ്ടാണ് ഒരു ദിവസം ഞാൻ മുന്നോട്ട് പോകുന്നത്. ഞാൻ 24 മണിക്കൂറും ദൈവത്തിന് സമർപ്പിച്ച് ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ നമ്മൾ അതുമായിട്ട് റിലേറ്റഡ് ആകുമ്പോൾ നമ്മുടെ ജീവിത രീതി, ഡ്രസ്സിങ്, നമ്മുടെ സ്റ്റൈലൊക്കെ അതനുസരിച്ചായിരിക്കും. നമ്മുടെ ജോലി അതാകുമ്പോൾ നമുക്ക് അതിൽ നിന്നും മാറി നടന്നിട്ടുള്ളൂ ഒരു രീതിയിൽ നടക്കാൻ പറ്റില്ല.
അപ്പം അതിൻ്റെ ഭാഗമായിട്ടുള്ള വീഡിയോകൾ വരും. അതിൻ്റെ നമുക്ക് ഓരോ കാര്യങ്ങൾ പരിചയപ്പെടുത്തുന്ന വീഡിയോകൾ, മേക്കപ്പ് വീഡിയോകൾ, ഡിസൈനിങ്, കോസ്റ്റ്യൂം, അതൊക്കെ വരും. അപ്പോൾ അതോടൊപ്പം ഇടയ്ക്ക് ഇങ്ങനെ ഒരു മോട്ടിവേഷൻ ടോക്കായിട്ട് ഞാൻ വരും. എന്നെ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവർ എന്നെ കാണുക, സപ്പോർട്ട് ചെയ്യുക. ഞാൻ സംസാരിച്ചതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ പങ്കുവെച്ചത്. നിങ്ങൾക്കും ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടാവാം. നിങ്ങളത് കമൻറ്റിലായിട്ട് പറയുക. ജീവിതം ഓരോ പാഠങ്ങളാണല്ലോ. ഞാനും എൻ്റെ ഓരോ ദിവസവും ഞാനായിട്ട് ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് മനസ്സുകൊണ്ട് ക്ഷമ ചോദിച്ചിട്ട് പുതിയൊരു ദിവസം അവരോട് സ്നേഹത്തോടെ പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. കാരണം നമുക്ക് ഓരോ ഇങ്ങനെ ഓരോ അവസ്ഥകൾ ഉണ്ടാവുന്നത് ഒരു രണ്ട് കൈയും കൂട്ടിയടിക്കാതെ സൗണ്ട് വരില്ല എന്ന് പറഞ്ഞ പോലെ അവരിൽ നിന്നും എന്തെങ്കിലും ഒരു വീഴ്ചകൾ വരുമ്പോഴാണല്ലോ നമ്മളും അങ്ങനെ കോപിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ വിചിന്തനം ചെയ്താണ് ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത്. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ച് എല്ലാവർക്കും ജീവിതത്തിൽ മുന്നേറാൻ പറ്റട്ടെ. വീണു പോയവർ അതിൽ നിന്നൊരു പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് നല്ലൊരു ജീവിതം പോകാൻ ശ്രമിക്കുക. പിന്നെ ഓരോ അവസരങ്ങളും നമ്മൾ കാത്തിരിക്കൂല. രണ്ടാമത് അവസരങ്ങൾ കടന്നു പോയാലും പുതിയ അവസരങ്ങളെ തേടുക. അന്വേഷിക്കുവിൻ കണ്ടെത്തും, മുട്ടുവിൻ തുറന്നു കിട്ടും, ചോദിക്കുന്നവന് ലഭിക്കുന്നു. ഇങ്ങനെയെല്ലാമാണ് വചനം പറയുന്നത്. ഞാൻ ഈ വചനം തന്നെ പറയുന്നത് എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുക, നിരാശരാവാതിരിക്കുക. ഇന്ന് ആത്മഹത്യകൾ വരുന്ന ഈ കാലത്ത് നമ്മുടെ ഈ നാട്ടിൽ തന്നെ, എൻ്റെ നാട് കാടുകുറ്റി ചാലക്കുടി അടുത്ത് സാമ്പാളൂരാണ്. അപ്പോൾ സാമ്പാളൂർ കഴിഞ്ഞ ദിവസം പാലത്തിൽ നിന്ന് ഒരു മനുഷ്യൻ ചാടി ആത്മഹത്യ ചെയ്ത് അയാൾക്ക് ദൈവം ജീവിക്കാനൊരു അവസരം കൊടുത്തു. അയാൾ ആദ്യം ചാടിയത് കാല് നിലത്ത് കുത്താവുന്ന ഒരു എന്താ പറയണതിന് അയാൾക്ക് നിൽക്കാൻ സാധിക്കുന്ന ഒരു സ്ഥലത്തായിരുന്നു. അപ്പോൾ അയാൾ അവിടെ നിന്ന് വീണ്ടും നടന്ന ആഴമുള്ള സ്ഥലത്തേക്ക് പോയി. അയാൾക്കിടെ നില കഴിഞ്ഞും അയാൾ മുങ്ങുന്ന സാഹചര്യത്തിൽ വരെ പോയിട്ട് അയാൾ അവിടെ നിന്ന് മുങ്ങി മരിക്കുകയാണ് ചെയ്ത. പിന്നെ ബോഡി കിട്ടുമ്പോൾ വികൃതമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. കണ്ണ് മീൻ കൊണ്ടുപോയി എന്നൊക്കെ. എന്തിനാണ് അങ്ങനെ? അവരുടെ സാഹചര്യങ്ങളാണ്. അവരോട് ഒന്ന് കേൾക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ, അവരോടൊന്ന് സംസാരിക്കാൻ, അവരുടെ പ്രയാസങ്ങളൊന്ന് ഷെയർ ചെയ്യാൻ, അവർക്ക് അതിനൊരു പോം വഴി പറഞ്ഞു കൊടുക്കാൻ നമ്മളെപ്പോലെ തന്നെയുള്ള മനുഷ്യന്മാരൊന്നും ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ അയാൾ മരിക്കൂലായിരുന്നെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ സമൂഹത്തിൽ ആരെ പരിചയപ്പെട്ടാലും ഞാൻ സംസാരിക്കും, ഞാൻ ചിരിക്കും, ഞാൻ അവരോട് മിണ്ടും. എൻ്റെ കഴിഞ്ഞ കാലങ്ങളിലോ മുൻപരിചയങ്ങളിലോ പരിചയം ഉണ്ടായിരുന്നവരെ പോലെ ഞാൻ അവരോട് സംസാരിക്കും. അപ്പോൾ അവർ നമ്മളോട് ഷെയർ ചെയ്യാറുണ്ട് പല പ്രശ്നങ്ങളും. നമുക്ക് എന്തെങ്കിലും ഒരു വാക്കുണ്ടെങ്കിൽ അവർക്കത് പറഞ്ഞു കൊടുത്തിട്ട് പോരാൻ പറ്റാറുണ്ട്. പിന്നീട് നമുക്ക് അതോർത്ത് സന്തോഷിക്കാൻ പറ്റാറുണ്ട്. അവരുടെ ജീവിതം നഷ്ടപ്പെട്ടു പോയില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ. അങ്ങനെയൊക്കെ നമ്മളെ കൊണ്ട് ഒക്കുന്നത് ഒരു പുഞ്ചിരിയായിരിക്കും. നമ്മളെ നോക്കി ചിരിക്കുന്ന വ്യക്തിക്ക് ഒരു ചിരി തിരിച്ചു കൊടുക്കുമ്പോൾ നഷ്ടങ്ങളൊന്നുമില്ല എന്ന് വിചാരിച്ചിട്ട് എല്ലാവരെയും നോക്കി ചിരിച്ചുകൊണ്ടാണ് നമുക്ക് മെൻ്റലാണെന്ന് വിചാരിക്കും. അങ്ങനെയല്ല, നമുക്ക് മനസ്സിലാവും. നിരാശപ്പെട്ട ഒരു മുഖത്തോടെ പോകുന്ന മനുഷ്യനെ നോക്കി ഒരു പുഞ്ചിരി, അയ്യോ എന്നെ നോക്കിയാൽ പുഞ്ചിരി, ചിലപ്പോൾ ഒരു 10-20 ദിവസം കഴിഞ്ഞിട്ടും ഒരു വർഷത്തിനുള്ളിലായിരിക്കും ആരെങ്കിലും ഒന്ന് അയാളെ നോക്കി ചിരിച്ചത്. അയാൾ സമൂഹത്തിൽ ഏത് തരക്കാരനായിക്കോട്ടെ അല്ലെങ്കിൽ എങ്ങനെയുള്ളവനായിക്കോട്ടെ നമുക്ക് അറിയണ്ട. ഒരു ചിരി അത് ചിലപ്പോൾ അവൻ്റെ ജീവിതം പിടിച്ചു നിർത്തും. അവൻ ചിലപ്പോൾ മരിക്കാൻ പോകുന്നവനായിരിക്കും. അപ്പോൾ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. കോടികൾ സ്വത്തുള്ളവർ അതനുസരിച്ച് സഹായിക്കട്ടെ. സ്വത്തുകളൊന്നും ഇല്ലാത്തവർ പ്രാർത്ഥിക്കട്ടെ. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, മറ്റുള്ളവർക്കൊരു പുഞ്ചിരി സമ്മാനിക്കാം. നല്ല കാര്യങ്ങൾ നമ്മളെ ഓർക്കുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുത്തൊരു കാര്യം കൊണ്ട് അവൻ രക്ഷപ്പെട്ടെങ്കിൽ അത് വലിയ കാര്യമല്ലേ. അപ്പോൾ വീണ്ടും ഞാൻ നീട്ടിക്കൊണ്ട് പോകണില്ല. എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ. അപ്പം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എൻ്റെ ജീവിതകഥയിലാണ് ഞാൻ ഈ വീഡിയോ പെടുത്തുന്നത്. എൻ്റെ 2ാം ഭാഗം വീഡിയോ ആയിട്ടാണ് ഇത് വരുന്നത്. തുടർന്ന് വീഡിയോകൾ എന്തൊക്കെയാണോ എങ്ങനെയൊക്കെയാണോ നമുക്കറിഞ്ഞുവിടാം. ഇതിൻ്റെ ഇടയ്ക്ക് കുറേ മറ്റുള്ള ടിപ്സുകളും ബ്യൂട്ടി ടിപ്സുകളും അല്ലെങ്കിൽ നമുക്ക് ചില ഹെർബൽ മരുന്നുകളും നമ്മുടെ അനുഭവങ്ങളിലുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോ ആയിട്ട് വേറെ വരുമായിരിക്കാം. പക്ഷേ ഇപ്പോൾ ഞാൻ എൻ്റെ 2ാം ഭാഗം ഇട്ടില്ലല്ലോ എന്ന് ആലോചിച്ചപ്പോഴാണ് ഞാനിന്നത് പറഞ്ഞത്. ഞാൻ ഒരു സാരിയെ കൊടുത്ത് അങ്ങനെ നിന്നതാണ്. എവിടെയും പോകാനല്ല കേട്ടോ. അതും എൻ്റെ ജീവിതകഥയുടെ ഒരു ഭാഗമാണ്. അതൊക്കെ നമുക്ക് വരും കഥകളിൽ പറയാം. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഒരുപാട് വർഷമായി. 2000-ലായിരുന്നു എൻ്റെ കല്യാണം. അപ്പോൾ 2025 അപ്പോൾ ഇപ്പോൾ 11 വർഷമായിട്ട് ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്ന ഒരാളാണ്. ഹസ്ബൻഡിൻ്റെ കൂടെ അല്ല, 11 വർഷമായിട്ട്. അപ്പോൾ ഈ ജീവിതത്തിൽ ഞാൻ പഠിച്ച പാഠങ്ങൾ, അനുഭവങ്ങൾ, ഞാൻ നേടിയ വിജയങ്ങളൊക്കെ എനിക്ക് അതിനുള്ള അവകാശവും അതിനുള്ള എന്താ പറയുക പ്രൗഡ് ഞാൻ കർത്താവിലാണ് കൊടുക്കുന്നത്. കാരണം കൂടെ ദൈവം ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എവിടെ എത്തില്ലായിരുന്നു, ഇന്ന് ഞാൻ ഭൂമിയിൽ ഉണ്ടാവില്ലായിരുന്നു. ആ ദൈവം ഓരോ മനുഷ്യരിലൂടെയും എന്നോട് സംസാരിക്കും, നമ്മൾക്ക് സഹായങ്ങളായിട്ടും നമ്മൾ കൂടെ നിന്നത് ആ ദൈവം തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പല സാഹചര്യങ്ങളിലും നമ്മുടെ 2018-ലെ വെള്ളപ്പൊക്കത്തിൽ പോലും നമ്മൾ മുങ്ങി മരിക്കേണ്ട അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്.
എല്ലാവരും അഭയാർത്ഥി ക്യാമ്പിലേക്ക് പോയി. പക്ഷെ ഞാൻ എൻ്റെ കുഞ്ഞുമക്കളുമായിട്ട് എനിക്ക് അവിടെ പോയി കിടക്കാൻ ഒരു ഭയം. കാരണം നമ്മൾ അറിയാത്ത നാട്, നമുക്ക് ഈ അഭയാർത്ഥി ക്യാമ്പിൽ എല്ലാത്തരം ആൾക്കാരുണ്ടാവും. ഞാൻ പോയില്ല, എൻ്റെ വീട്ടിൽ തന്നെയായിരുന്നു. പക്ഷേ ആ വീടും ആ പരിസരങ്ങളും ഒരേ ലെവലിലായിരുന്നു. എല്ലാ സ്ഥലങ്ങളും മുങ്ങിപ്പോയി. ഒരു മതിലിൻ്റെ ബെൽറ്റ് വാർത്ത അതേ ഹൈറ്റിൽ വെള്ളം വന്നു. പക്ഷേ ഓരോ രാത്രിയും പകലും ഞാൻ കടന്നു പോകുമ്പോൾ അത്ഭുതപ്പെട്ടത് കാണാൻ ഒരു പത്രമീഡിയോ സോഷ്യൽ മീഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് നമ്മുടെ കോമ്പൗണ്ടിൽ വെള്ളം കയറിയില്ല, എന്നാൽ ഗേറ്റിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം കയറാം. പുറമേ വഞ്ചി പോയിരുന്ന് അരപ്പൊക്കത്തിൽ വെള്ളം. അത് കഴിഞ്ഞത് മതിലിൻ്റെ ബെൽറ്റ് വാർക്കുന്ന ഹൈറ്റിൽ വെള്ളം വന്ന്. പക്ഷേ കുട്ടികളെ ഞാൻ ആശ്വസിപ്പിക്കും, നമുക്ക് ഫ്ലൈറ്റ് ഓടിച്ചു പോവാം, അല്ലെ ഹെലികോപ്റ്റർ ഓടിച്ചു പോവാം. അവർ ചെറുതായിരുന്നെന്ന് പക്ഷെ അവർ വിശ്വസിച്ച് അങ്ങനെ ധൈര്യത്തിനിരിക്കും, കിടന്നുറങ്ങും. ഞാൻ ഉറക്കമില്ലാതെ ഇങ്ങനെ നോക്കുമ്പോൾ രാത്രികളിലൊന്നും വെള്ളം കയറണില്ല. ചുറ്റും വീടുകളുടെ ജനലിലൂടെ വെള്ളം കയറിപ്പോണ്, അതായത് ജനൽ പൊക്കത്തിൽ വെള്ളം. ഇനി വെള്ളമില്ലാത്ത ഭൂമിയിൽ ഇഴജന്തുക്കളൊക്കെ വരാൻ സാധ്യത ഉള്ളതാണ്. അപ്പോൾ അതും വന്നില്ല. ഞാൻ ഒരുപാട് പ്രാർത്ഥനയിലാണ് മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ അത് ഞാൻ പ്രാർത്ഥിച്ച വിശ്വാസം, എൻ്റെ വിശ്വാസം, ഞാൻ ജീസസിലാണ് വിശ്വസിക്കുന്ന. ജീസസിൻ്റെ അമ്മയായ മറിയത്തിൽ രണ്ടുപേരോടും ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. നമുക്ക് ദൈവം എന്ന് പറയുന്ന ഒരുപാട് മതസ്ഥരെ വിശ്വസിക്കുന്ന പലവരും ഉണ്ട്. പക്ഷേ നമ്മൾ അനുഭവങ്ങൾ കൊണ്ട് അറിഞ്ഞതാണ് ഈ ദൈവത്തിന്. കാരണം എൻ്റെ അനുഭവങ്ങളിൽ ഞാൻ സംസാരിക്കാൻ ആഗ്രഹിച്ചപ്പോഴെല്ലാം, അല്ലെങ്കിൽ ഞാൻ കൂടുതൽ അന്വേഷിച്ച് ഞാൻ കണ്ടെത്താൻ വേണ്ടി പരതി നടന്നൊരു പ്രായമുണ്ട്, എൻ്റെ ടീനേജ് പ്രായം. 10-16 വയസ്സിൽ എൻ്റെ ജീവിതത്തിലെ കുറേ സുഖങ്ങളും സ്വപ്നങ്ങളും സന്തോഷങ്ങളും ഭാവി ജീവിതത്തിൽ ഉണ്ടാകാവുന്ന പലതും ഞാൻ ഉപേക്ഷിച്ചിട്ടാണ് എനിക്ക് ദൈവത്തെ വേണം, ദൈവത്തിൻ്റെ പവർ അറിയണം എന്ന് വിചാരിച്ച് ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട് ഞാൻ. കാരണം എനിക്ക് ഒരു ഹോളി ആയിട്ടുള്ള ദൈവത്തിനെ അറിയണമെങ്കിൽ നമ്മളും ഹോളി ആയിട്ടിരിക്കണം. അപ്പം നമ്മുടെ ഇഷ്ടങ്ങളുണ്ടാവാം. കുട്ടിക്കാലമാകുമ്പോൾ നമുക്ക് ചിലപ്പം ചില അഫെയറുകൾ ഉണ്ടാവാം. 16-17 വയസ്സുള്ള സമയത്ത് ഞാൻ പലതും ആ ദൈവത്തിന് വേണ്ടി മാറ്റിവെച്ചു. പിന്നീട് നമുക്ക് സങ്കടമൊക്കെ തോന്നിയിട്ടുണ്ട്, അതെല്ലാം നമ്മൾ കളഞ്ഞു കുളിച്ചല്ലോ എന്ന് ഓർക്കുമ്പോൾ. പക്ഷേ നേടിയതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ അതിലും വലുതാണ് ഒരു സത്യമായ ദൈവത്തിന് അനുഭവിക്കാൻ പറ്റുക. ആ ദൈവം നമ്മളോട് സംസാരിക്കുന്ന അനുഭവം, നമുക്ക് എഴുതി കാണിച്ചിരുന്ന അനുഭവം ഒക്കെ ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ട് അങ്ങനത്തെ അനുഭവങ്ങൾ. അപ്പോൾ അതാണ് ഏറ്റവും വലിയ ലഹരി, ഏറ്റവും സത്യമായിട്ടുള്ളത്. നമുക്ക് മുറുകെ പിടിക്കാൻ പറ്റുന്ന ഉറച്ച തൂണ് എന്നറിയുമ്പോൾ നഷ്ടപ്പെട്ടു പോയതിനെക്കുറിച്ച് സങ്കടമില്ല. ഇനിയുള്ള നാളുകളിലും നമ്മുടെ മരണശേഷവും നമ്മൾക്കൊരു ജീവിതമുണ്ട്. കാരണം ആത്മാവിന് മരണമില്ല എന്ന് ശാസ്ത്രം തെളിയിച്ചിട്ടുള്ളതാണ്. ശാസ്ത്രം ആത്മാവുണ്ട് എന്ന് തെളിയിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആത്മാക്കളൊക്കെ നമുക്കുണ്ട്. കർമ്മഫലം അനുഭവിക്കണം. പറഞ്ഞതും ചെയ്തതും ചിന്തിച്ചതുമായ എല്ലാത്തിനും ഒരു കർമ്മഫലം അനുഭവിക്കണം. അപ്പോൾ ഒരു ദൈവത്തെ കണ്ടെത്തി കഴിയുമ്പോൾ നമ്മൾ ആ ദൈവത്തിൻ്റെ കൂടെ ജീവിക്കുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. കുട്ടികളുടെ മൈൻഡ് നമുക്ക് തന്നെ വരും. അതിനിപ്പോൾ ആര് നമ്മളെ കളിയാക്കിയിട്ടും കാര്യമില്ല. ഇങ്ങനെയൊക്കെ സംസാരിക്കണ്ടെങ്കിൽ നമ്മുടെ നിത്യജീവിതത്തിൽ കുട്ടികളെ എന്തെല്ലാം പ്രകൃതിയിൽ കാണുമ്പോൾ അവരതിനോട് അട്രാക്റ്റായിട്ട് ആ ഒരു ഇഷ്ടത്തിൽ നടക്കുന്നു. അതുപോലെ തന്നെ ഉള്ള ഒരാളാണ് ഞാൻ. പറമ്പും എനിക്ക് നേച്ചർ ഭയങ്കര ഇഷ്ടമാണ്. വെള്ളം, പുഴ, പൂക്കളും അതൊക്കെ കണ്ട് ആ ഒരു കുട്ടിക്കാലം ആസ്വദിച്ച് നടക്കുന്ന പോലെ തന്നെയാണ് ഇപ്പോൾ ഞാൻ നടക്കുന്നത്. എനിക്ക് 3 മക്കളുള്ളതാണ്, വലിയ മക്കളാണ്. പക്ഷേ ജീവിതം സന്തോഷമാക്കി തന്ന ദൈവം, ഒന്നും സ്വത്തുക്കൾ കൊണ്ടല്ല, സമ്പാദ്യങ്ങൾ കൊണ്ടല്ല, പക്ഷെ ആ ദൈവത്തെ അറിഞ്ഞതുകൊണ്ട്. അപ്പോൾ ഞാനതൊന്ന് നിങ്ങളോടൊരു മോട്ടിവേഷൻ ടോക്ക് പോലെ പങ്കുവെക്കാൻ വന്നതാണ്. ഇതെൻ്റെ ഒരു ഹോളി കോൾസ് എന്ന് പറഞ്ഞ സ്പിരിച്വൽ ടോക്കിൻ്റെ ചാനലുണ്ട്, അതിലിടാം. പക്ഷേ ഞാൻ ഈ ചാനലിൽ ഇടുന്നത് എൻ്റെ ജീവിതകഥ എന്ന് പറഞ്ഞ് തുടങ്ങി. പനിയുള്ള ദിവസം എടുത്തൊരു വീഡിയോ ആയിരുന്നു. അതിൻ്റെ ബാലൻസ് എനിക്ക് ഇടാൻ പറ്റിയില്ല. അന്ന് ഞാൻ ഒരുങ്ങാതെ പനിയായിട്ട് ഇരുന്നപ്പോൾ എടുത്തൊരു വീഡിയോ ആണ്. ഇത് ഞാൻ ഒരുങ്ങി തന്നെ എടുത്തൊരു വീഡിയോ ആണ്. കാരണം വർഷങ്ങളായിട്ട് എടുക്കാത്ത സാരികൾ അലമാരിയിലുണ്ട്. ഒരു ഹസ്ബൻഡ് വൈഫ് ലൈഫ് ആസ്വദിക്കാൻ പറ്റാത്ത ഒരാളാണ് ഞാൻ. നമുക്കൊരു പുറത്തൊരുങ്ങി പോവുക ഭർത്താവിൻ്റെ കൂടെ, അല്ലെങ്കിൽ നമുക്ക് ഒരു സിനിമയ്ക്ക് പോവുക, പള്ളിയിൽ പോവുക, സാരിയൊക്കെ കൊടുത്ത് കല്യാണം കഴിയുമ്പോൾ എല്ലാവരുടെ ഒരു കോസ്റ്റ്യൂം മാറുമല്ലോ. പണ്ട് നടന്ന പോലെ ആയിരിക്കില്ല. പക്ഷേ എൻ്റെ കൂടെ ആളില്ല. ഞാനിപ്പോഴും ഒറ്റയ്ക്ക് പഠിക്കാൻ പോയിക്കൊണ്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ടൊക്കെ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന് ആ സമയങ്ങളിലൊക്കെ ഞാൻ യൂണിഫോം ഇടും. അപ്പോൾ അല്ലെങ്കിൽ നമ്മളുടെ പുറമെയുള്ള സാധാരണ കുട്ടികൾ ഇടുന്ന പോലെ തന്നെ ഇട്ട് ഞാനും നടന്നു. ഒരു സാരി ഉടുത്തോ അല്ലെങ്കിൽ ഒരു ചടങ്ങുകൾക്ക് പോകലോ ഒന്നും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. 10-11 കൊല്ലമായി ഞങ്ങളൊരു നല്ല ചടങ്ങിൽ പങ്കെടുത്തിട്ടോ ഒരു വിവാഹകർമ്മങ്ങളിലോ ഒരു മംഗളകർമ്മങ്ങളിലോ പോയിട്ട്. പലവരും നമ്മളെ മനഃപൂർവ്വം മാറ്റി നിർത്തിയിട്ടുണ്ട്. വിധവയായതുകൊണ്ടാണ് വിളിക്കാത്തതെന്നുള്ള രീതിയിൽ. അതല്ലെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള അവസ്ഥയാണ്. അപ്പം നല്ല വലിയ ഫംഗ്ഷനുകൾക്കൊക്കെ വിളിക്കാതിരുന്നിട്ടുണ്ട്. ഒത്തിരി അനുഭവങ്ങൾ. പക്ഷെ അതിലൊന്നും നമുക്ക് സങ്കടമില്ല. പക്ഷെ നമുക്ക് അവിടെയെല്ലാം നമ്മളുടെ കയ്യിലിരിക്കുന്ന വസ്ത്രങ്ങൾ ഉടുത്ത് പോകാനൊരു സ്ഥലമില്ല. രാവിലെ പോകും പള്ളിയിൽ കുർബാന, അല്ല വൈകിട്ട് കുർബാന. ഏതെങ്കിലും ഒരു ദിവസം, അല്ല ഏതെങ്കിലും ഒരു സമയം നമുക്ക് കുർബാന മുടങ്ങാതെ കൂടും. അത് ഞാനും എൻ്റെ മകനും. മൂത്തവർക്ക് അവരുടെ ജോലി കൊണ്ട് പറ്റാറില്ല. ഇളയവന് ഞാനും മുടങ്ങാതെ കുർബാന പോകുന്നവരാണ്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ നമ്മൾ സിമ്പിളായിട്ട് പള്ളിയിൽ പോകുള്ളൂ. ഫംഗ്ഷൻ, പള്ളിയിലെ പരിപാടികളും തിരുനാളുകൾ വന്നാലും എനിക്ക് സിമ്പിളായിട്ട് പോകാനാണ് ഇഷ്ടം പള്ളിയിൽ.
അതേസമയം നമ്മുടെ ജോലി സംബന്ധമായി പോകുമ്പോൾ എന്ന് വെച്ചാൽ ഒഫീഷ്യൽ ഡ്രസ്സ് നമുക്ക് സാരിയൊക്കെ കൊടുത്തിട്ട് നമ്മുടെ വർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മേക്കപ്പ് ആയിക്കോട്ടെ, അവരൊരിക്കലായിക്കോട്ടെ, അപ്പോൾ നമ്മൾ അതും ഒഴിവാക്കും. സാരിയൊക്കെ ഇരുന്ന് അലമാരയിൽ ഇരുന്ന് പൂത്ത്. അപ്പം ഞാൻ എൻ്റെ വസ്ത്രങ്ങളൊക്കെ ഇന്ന് അലമാരയിൽ നിന്ന് എടുത്തുനിന്ന് അയൺ ചെയ്യണ സമയത്ത് ഉടുക്കാത്ത സാരികളുണ്ട് ഒത്തിരി. അതൊക്കെ നമുക്ക് കൊടുത്ത് തീർക്കാം. കുറേ സാരികൾ ഞാൻ കൊടുത്തട്ടോ, ഒരുപാട് സാരികളും ഒരുപാട് ഡ്രസ്സുകളും ഞാൻ ആളുകൾക്ക് കൊടുത്തു. പക്ഷേ നല്ല നല്ല വസ്ത്രങ്ങൾ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ചതെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരെണ്ണം വേണ്ടേ. അപ്പം അങ്ങനെ എടുത്തു വെച്ച കുറച്ച് സാരികളിൽ നിന്ന് ഞാനൊരു സാരിയൊക്കെ എടുത്ത് കൊടുത്തപ്പോൾ എനിക്ക് തോന്നിയിരുന്നൊരു വീഡിയോയും ചെയ്യാം. സാധാരണ ഒരുങ്ങാത്തതുകൊണ്ട് എപ്പോഴും വീട്ടിൽ അലക്കും കാര്യങ്ങളും, അല്ലെങ്കിൽ നമുക്ക് തയ്ക്കാനുണ്ടാവും, ഡിസൈൻ ചെയ്യാനുണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് പാർലറിൻ്റെ വർക്ക്, അപ്പോൾ നമുക്കൊരു വീഡിയോ ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ ഞാനിന്ന് സിമ്പിളായിട്ട് സാരി ഒന്ന് വെയർ ചെയ്ത് നോക്കാം, എന്നിട്ടൊരു വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചു. അങ്ങനെ ചെയ്താണ് കേട്ടോ. അപ്പോൾ ഒരു പക്വതയിൽ സംസാരിക്കണം എന്ന് തോന്നി, അല്ലെങ്കിൽ നമ്മളുടെ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ കുറച്ച് ഒരു അമ്മ ലുക്കിൽ സംസാരിക്കണമെന്ന് തോന്നി. എപ്പോഴും ഞാൻ ഉടുപ്പൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ഞാൻ എല്ലാ ഡ്രസ്സും ധരിക്കുന്ന ആളാണ്, ജീൻസും ടോപ്പും ഫ്രോക്കും എല്ലാം. ഇപ്പം ഞാൻ ഡിസൈൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ ആ ഡിസൈൻ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തപ്പോൾ അത് ഞാൻ തന്നെ ഇട്ട് നോക്കി, ചിലപ്പോൾ അതിൻ്റെ മോഡലിങ് നമ്മൾ തന്നെ ആയിരിക്കും ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എല്ലാത്തരം കോസ്റ്റ്യൂമും നമ്മൾ യൂസ് ചെയ്യും. ഡിസൈനർ ആകുമ്പോൾ ഞാനത് ഇടൂല അങ്ങനെയൊന്നുമില്ല, ഞാൻ എല്ലാ ഡ്രസ്സും യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് റൂമാണ് കേട്ടോ ഇത്. നമ്മളുടെ സംഭവങ്ങളൊക്കെ ഇനി അടുത്ത് തന്നെ വേറൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാനുണ്ട്. നമ്മൾ ഓരോ സ്ഥലത്തേക്ക് മാറുമ്പോൾ ഭയങ്കര പാടാണ് നമുക്ക് സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകാനൊക്കെ. എങ്കിലും അത് അനിവാര്യമാണ്, മാറേണ്ടി വരും. അപ്പോൾ ചിലപ്പോൾ ഇനി നിങ്ങൾ ഈ ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കില്ല ഇനി കാണുന്നത്, ചിലപ്പോൾ ഇത് തന്നെ ആയിരിക്കും, പറയാൻ പറ്റില്ല എന്നാണെന്നുള്ളതൊന്നും. ഒരു സമയത്ത് നമ്മൾ ഇവിടെ നിന്ന് മാറേണ്ടതാണല്ലോ. ഞങ്ങൾ റെൻ്റ് ഹൗസാണ്, അപ്പം മാറും. പിന്നെ നമ്മളുടെ കഥകളിലൂടെ ഇനി ഭാവി ഭൂതവും ഒക്കെ അറിയാൻ പറ്റും, എന്തുകൊണ്ടാണ് റെൻ്റ് ഹൗസിലായതെന്നും എങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ ഇപ്പോൾ റെൻ്റ് ഹൗസിലായിരിക്കുന്നവരൊന്നും വിഷമിക്കേണ്ട, നിങ്ങൾക്കൊക്കെ സമയമാകുമ്പോൾ ദൈവം നല്ല വീടുകൾ ഒരുക്കുന്നുണ്ട്. വീട് എന്നുള്ളതിനേക്കാളും വലുത് എൻ്റെ ശരീരം ഒരു ദൈവം വസിക്കുന്ന ആലയമാണ്, അതൊരു വീടാണ്, ദൈവത്തിൻ്റെ വീടാണ്. അത് നമ്മളെ സൂക്ഷിക്കാൻ ശ്രമിക്കുക. നമ്മുടെ ആരോഗ്യം ആയിക്കോട്ടെ, സൗന്ദര്യം ആയിക്കോട്ടെ, വ്യക്തിത്വം ആയിക്കോട്ടെ, നമ്മുടെ ആത്മാവിനെ ആയിക്കോട്ടെ നന്നായി സൂക്ഷിക്കാൻ ശ്രമിക്കുക. കാരണം നമുക്ക് ഇതേ ഉള്ളൂ പോകാനുള്ളത്. അതും ഈ സൗന്ദര്യവും ഒക്കെ നശിച്ചു പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ആദ്യകാലങ്ങളിൽ ദൈവത്തിനെ അറിഞ്ഞപ്പോൾ ഈ ജോലി തന്നെ ഉപേക്ഷിക്കണം എന്ന് ആഗ്രഹിച്ച ആളാണ്. പക്ഷേ എനിക്കൊരു വചനം കിട്ടി, നിൻ്റെ ജോലി എന്ത് തന്നെയായാലും എന്നെ പ്രതി ചെയ്യുവിനെന്ന്. അപ്പോൾ അതിനൊക്കെ ഒരു പ്രതിഫലമുണ്ട്. നമ്മൾ ജോലിയിൽ മര്യാദയോടും ദയോടും പെരുമാറുക. അപ്പോൾ നമുക്ക് ദൈവം എല്ലാ മേഖലയിലും ചെയ്യുന്ന പ്രവൃത്തി മനസ്ഥിതി നോക്കിയിട്ടൊരു പ്രതിഫലം വെച്ചിട്ടുണ്ട്, അത് ലഭിക്കും. കുറേ നീട്ടി വലിച്ച് ഞാൻ പോയി. എൻ്റെ സംസാരം ഇഷ്ടപ്പെടുന്നവർ, എന്നെ ഇഷ്ടപ്പെടുന്നവർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒറ്റക്കുള്ള യാത്രയാണ്. ഈ യാത്രയിൽ അവസാനം വരെയും കൂടെയുള്ളൊരു ദൈവത്തെ ഞാൻ മറക്കൂല. അതിനനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. നിങ്ങളും ഒറ്റപ്പെട്ട് കഴിയുന്നവർ, ഒറ്റക്കായി പോയവർ, ജീവിതത്തിൽ ഒരു പാർട്ട്ണറെ കിട്ടിയില്ല അല്ലെങ്കിൽ ഒറ്റക്കാണ് എന്ന് ചിന്തിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ കൂട്ടുകാരൻ ദൈവമാണ്. നമ്മൾക്ക് യഥായോഗ്യം വേണ്ട സമയത്ത് തരാനുള്ളത് അവൻ തരും എന്ന് വിചാരിച്ച് നിരാശ എന്നുള്ള സംഭവം ആരെങ്കിലും അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ആ നിരാശ നിങ്ങളുടെ ഇപ്പോൾ ഉള്ള ജീവിതത്തിൻ്റെ സന്തോഷങ്ങൾ കെടുത്തും. നിങ്ങൾക്ക് ഇപ്പോൾ സന്തോഷിക്കേണ്ട മണിക്കൂറുകൾ സന്തോഷിക്കാൻ പറ്റൂല. അപ്പോൾ നിങ്ങൾ നിരാശനെ മാറ്റി വെക്കുക, ഇപ്പോൾ ഉള്ള ജീവിതം സന്തോഷിച്ച് മുമ്പോട്ട് പോവുക. പ്രതീക്ഷ വെറ്റാതെ വിശ്വാസത്തിൽ കാത്തിരിക്കുക, നിങ്ങൾക്ക് തരും. ഒരു വചനം പറയുന്നുണ്ട്, കർത്താവിൻ്റെ ശക്തമായ കരത്തിൻ്റെ കീഴിൽ താഴ്മയോടെ നിൽക്കുവിൻ, അവിടെ നിന്ന് തക്ക സമയത്ത് തന്നെ ഉയർത്തിക്കൊള്ളും. അപ്പം എല്ലാവരെയും സമയത്ത് ദൈവം ഉയർത്തും, കൊണ്ടുപോകും, തരാനുള്ളത് തരും, ചോദിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ഉത്തരവും തരും. അപ്പോൾ ആ ദൈവത്തിനോട് ചേർന്ന് നിൽക്കാൻ ശ്രമിക്കുക. അതിനെല്ലാവർക്കും സാധിക്കട്ടെ. അപ്പം എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ.